നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി വ്യാപകമായതിനെ തുടർന്ന് സൗദിയിൽ നിലനിന്നിരുന്ന അന്താരാഷ്ട്ര യാത്രാ വിലക്ക് പ്രവാസികളെ സന്തോഷത്തിലാഴ്ത്തി കഴിഞ്ഞ ദിവസം പിൻവലിക്കുകയുണ്ടായി. അടച്ചിട്ടിരുന്ന കര, വ്യോമ, നാവിക പാതകൾ തിങ്കളാഴ്ച പുലർച്ചെ 1 മണി മുതൽ തുറക്കുകയായിരുന്നു അധികൃതർ. ഇതോടെ പ്രത്യേക യാത്രാ വിലക്കില്ലാത്ത രാജ്യങ്ങളിലേക്ക് സൗദി വിമാനത്താവളങ്ങളിൽ നിന്ന് സാധാരണ രീതിയിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബോസ്നിയൻ തലസ്ഥാനമായ സരാജാവോയിലേക്കാണ് ആദ്യ വിമാനം പറന്നുയർന്നത്. ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെട്ടത് ആംസ്റ്റർഡാമിലേക്കാണ്. KLM എയർലൈൻസിന്റെ ആദ്യ വിമാനത്തിൽ പുറപ്പെടാനെത്തിയവരെ പൂക്കൾ നൽകിയാണ് ദമാം വിമാനത്താവള അധികൃതർ യാത്ര അയച്ചത്. ജിസാനിലെ കിങ് അബ്ദുള്ള വിമാനത്താവളത്തിൽ നിന്ന് ആദ്യത്തെ വിമാന സർവീസ് കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു പുറപ്പെട്ടത്. 92 യാത്രക്കാരുള്ള വിമാനത്തിൽ 23 സ്വദേശികളും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മാത്രം രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ വഴി 385 അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനിടെ മുമ്പ് പ്രഖ്യാപിച്ചതിന് പുറമെ വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തുന്നവർ പാലിക്കേണ്ട കൂടുതൽ നിബന്ധനകൾ GSA പുറപ്പെടുവിക്കുകയുണ്ടായി. അതേസമയം രാജ്യത്തിന്റെ പ്രധാന കരമാർഗമായ ബഹ്റൈനുമായി സൗദിയെ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിലാണ് ഏറ്റവും അധികം യാത്രക്കാരെത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് 8-ന് അടച്ചിട്ട കോസ്വേ തുറന്നത് ആഘോഷമാക്കിയിരിക്കുകയാണ് സൗദിയിലെയും ബഹ്റൈനിലെയും ജനങ്ങൾ. ഇരു രാജ്യങ്ങളിലുമുള്ളവർക്ക് പോക്കുവരവിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാതയാണ് കിങ് ഫഹദ് കോസ്വേ എന്നത്. ഇന്നലെ പുലർച്ചെ 1-നാണ് കോസ്വേ തുറന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇരു വിഭാഗങ്ങളിലും 100 കണക്കിന് വാഹനങ്ങൾ കോവിഡ് പ്രതിരോധത്തിനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചാണ് കോസ്വേയിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഇന്ത്യ അടക്കം 13 രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്കുള്ളതിനാൽ തന്നെ വിമാന സർവീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അന്താരാഷ്ട്ര സർവീസുകൾക്കുള്ള വിലക്ക് പിൻവലിച്ചപ്പോഴും നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യ, UAE തുടങ്ങിയ 20 രാജ്യങ്ങളിൽ നിന്നും വിദേശയാത്രക്കാർക്ക് നേരിട്ട് സൗദിയിലേക്ക് യാത്രാനുമതി നൽകിയിട്ടില്ല. ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ വിലക്കില്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തേക്ക് 14 ദിവസങ്ങൾ ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ മാത്രമേ സൗദിയിൽ പ്രവേശനം അനുവദിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും നിലവിൽ ബഹ്റൈൻ വഴിയോ മറ്റോ മാത്രമേ പ്രവാസികൾക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതിനിടെ സൗദിയിൽ പ്രവേശിക്കുന്ന വിദേശികൾ അതാത് രാജ്യത്തെ നിലവിലെ വാക്സിൻ 2 ഡോസും എടുത്തവരാണെങ്കിൽ അവർക്ക് സൗദിയിലെത്തിയാൽ മെയ് 20-ന് ശേഷമുള്ള 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു. എന്നാൽ അവിടങ്ങളിലെ വാക്സിൻ സൗദി അംഗീകരിച്ചവ ആയിരിക്കണമെന്നും അതാത് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സൗദിയിലെത്തിയാൽ കാണിക്കണമെന്നും നിബന്ധനയുണ്ട്. വാക്സിൻ ഒറ്റ ഡോസ് എടുത്തവർക്ക് ഈ ആനുകൂല്യം ഉണ്ടായിരിക്കില്ലെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.